നല്ലൊരു പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഞാൻ പലയിടത്തും ബയോഡാറ്റയും എൻ്റെ അഭിനയിച്ച സിനിമയുടെ അയച്ചു കൊടുക്കാറുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. പിന്നെ 1-2 സിനിമകൾ റിലീസാവാൻ ബാക്കിയുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ ഇനി അറിയില്ല എവിടെയാണ് ക്ലിക്ക് ആവുക എന്നുള്ളത്. സിനിമ ഇത്ര അധികം ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇക്കയ്ക്ക് ശരിക്കും ഇക്കനെ നാട്ടുകാരും വീട്ടുകാരും സമൂഹവും എങ്ങനെ അറിയപ്പെടണം എന്നാണ് കൂടുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം? അതൊരു ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആണല്ലോ. അപ്പം അങ്ങനെ അറിയപ്പെടുന്നതാണോ അതോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടണം എന്നുള്ളതാണോ ഇപ്പോഴത്തെ ആഗ്രഹം? എൻ്റെ വീട്ടുകാർക്ക് ഒരു ബിസിനസ്സായിട്ട് അറിയപ്പെടാൻ ആഗ്രഹമുള്ള ആഗ്രഹം. എൻ്റെ ആഗ്രഹം അറിയപ്പെടുക ബിസിനസ് ഇനിയിപ്പം മക്കൾ നടത്തട്ടെ. എനിക്കൊരു ആക്ടർ, ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു സംവിധായകൻ, ആ രീതിയിലൊക്കെ ഒന്ന് അറിയപ്പെടണമെന്നാണ് ഇനി എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ അഭിനയമോഹം ഉള്ളിലുണ്ടെങ്കിലും കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ നന്നായി ചെയ്യുകയും ചെയ്യുമല്ലോ ഇക്ക. അങ്ങനെയാണെങ്കിൽ സ്വന്തം കഥയും തിരക്കഥയും സംവിധാനത്തിൽ വേറൊരു നമ്മുടെ ഇന്നിപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലുള്ള വേറൊരാളെ ആക്ടറിനെ വെച്ച് ചെയ്യാൻ ഇക്ക വില്ലിങ് ആണോ? ഞാൻ അങ്ങനെ 1-2 കഥ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? പക്ഷെ എൻ്റെ കഥ കേൾക്കാൻ ആരെങ്കിലും തയ്യാറാവണ്ടേ? ഞാൻ എഴുതിയ കഥ, ഞാൻ പ്രവാസി എന്ന് പറഞ്ഞിട്ട് ഞാൻ 100ഓളം ചെറുകഥ എഴുതിയ ഒരാളാണ്. അതിൽ 2 ചെറുകഥ സമാഹാരം പുസ്തകമായിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിലെ കുറേ കഥകളൊക്കെ 2-3 കഥകൾ ഞാൻ തിരക്കഥ എഴുതി വെച്ച്. ഇപ്പോൾ പ്രവാസി എന്ന് പറയുന്ന ഒരു കഥ ഞാൻ 72 സീനൊക്കെ എഴുതി വെച്ചിരിപ്പുണ്ട്. എനിക്ക് ആരാണ് നിർമ്മാതാവ്, ഞാൻ അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിച്ചോളാം. ഞാൻ വേണ്ട ഒരു ആക്ടറെ വെച്ച് വെക്കുകയാണെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. എല്ലാവരും തയ്യാറായിട്ട് ഞാൻ 1-2 കഥ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്, തിരക്കഥ എഴുതി വെച്ച് കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് കൂടുതൽ. ആക്റ്റീവായില്ലെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ അവിടെയും റഫീഖ് എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ, ഒരു പേര്, അത് വലിയൊരു ആഗ്രഹമാണ്.